മനസ്സിലാക്കാം, ഏറ്റവും വ്യാപകമായ ഒരു സമയമാണ് കൊറോണയുടെ സമയം. അതുവരെ അത്രയൊന്നും ഉണ്ടായിരുന്നില്ല. കൊറോണയുടെ സമയമായപ്പോഴത്തേക്കും സ്കൂളുകളെല്ലാം പൂട്ടി, അല്ലെ, പള്ളികൾ പൂട്ടി. പിന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസം മുടങ്ങുമായതുകൊണ്ട് ഗവൺമെന്റ് ഒരു ഡിക്ലറേഷൻ നടത്തി. എന്താണ്? വീടുകളിൽ ഇരുന്ന് ഓൺലൈനിൽ ക്ലാസ് കൊടുക്കുക. അപ്പോൾ ഓരോ കുട്ടിക്ക് എന്ത് വേണം? മൊബൈൽ വേണം. അന്ന് മുതൽ ആരംഭിച്ചു ഈ മൊബൈലിലൂടെ ചെലുത്താൻ കുടുംബങ്ങളുടെ ആധിപത്യം ഏറ്റെടുത്തു. കുട്ടികളുടെ ആത്മീയ ജീവിതം തകർത്തു കളഞ്ഞു. അത് പഠിക്കാനാണെന്ന് പറഞ്ഞ കുട്ടികൾക്ക് മൊബൈല് എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും കടം മേടിച്ച് പൈസ ഉണ്ടാക്കിയിട്ടാണെങ്കിലും മൊബൈൽ വാങ്ങിക്കൊടുത്തു. അത് സാധാരണ മൊബൈൽ കൊടുത്താൽ പോരാ, സ്മാർട്ട് ഫോൺ തന്നെ വേണമെന്ന് നിർബന്ധമായതുകൊണ്ട് സ്മാർട്ട് ഫോൺ മേടിച്ചു കൊടുത്തു. ഈ സ്മാർട്ട് ഫോൺ ക്ലാസ് കേൾക്കാൻ വേണ്ടിയിട്ട് വീടുകളിൽ ഇപ്പം എന്തായി? സ്മാർട്ട് ഫോണിന് അഡിക്റ്റ് ആയിട്ടുള്ള കുട്ടികൾ ക്ലാസ്സിന്റെ സമയം കുറച്ച് സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചിട്ടുള്ളതോ, ബാക്കി എല്ലാ സമയം അവർ അന്ന് വരെ കൈ കിട്ടാതിരുന്ന പല സാധനങ്ങളും കൈ കിട്ടിയപ്പോൾ പിന്നെ മുഴുവൻ സമയം പഠനത്തിലേക്കായി ശ്രദ്ധ. ഭക്ഷണം വേണം ചോദിച്ചാലും കൂട്ടുകാരുടെ കൂടെ കളിക്കാൻ പോകാനും അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് വരാനും ഒന്നിനും കുട്ടികൾക്ക് സമയമില്ല. ഒരു കല്യാണത്തിൽ ചെന്ന് നോക്കിക്കേ, ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ ഫാമിലി ഫാമിലീസിൽ പോയി നോക്കിക്കേ, ഒരു ആദ്യകുമാരുടെ ഫംഗ്ഷനിൽ നോക്കിക്കേ, വാർഡ് പാർട്ടിയിൽ ഒരുമിച്ചിരിക്കുമ്പോൾ നോക്കിക്കേ, എന്താ ചെയ്യാൻ കുട്ടികൾ? മൊബൈൽ വിളിച്ചു. നമ്മുടെ കുട്ടികൾ അവിടെ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിലും നല്ല നല്ല കോളേജുകളിലും പഠിക്കുന്നുണ്ട്. ഞാനൊരു ദിവസം ഇറങ്ങി നടന്നപ്പോൾ ഞാൻ കണ്ടൊരു സംഭവം, എല്ലാവരും ചിരിക്കുന്നു, ഭയങ്കര സന്തോഷത്തോടെ ഉല്ലസിക്കുന്നു, വർത്താനം പറയുന്നത് പോകുന്നു. പക്ഷെ ആരും മിണ്ടുന്നില്ല, ആരോടും മിണ്ടുന്നില്ല. പക്ഷെ എല്ലാവരും മിണ്ടുന്നു, തന്നെ മിണ്ടുന്നു. ഞാൻ നല്ല വട്ടമാണോ? പിന്നെയാണ് മനസ്സിലായത്, എനിക്ക് മനസ്സിലായത് അറ്റ്ലീസ്റ്റ് ഒരു വള്ളിയെങ്കിലും വേണം മിണ്ടാകുന്ന. ഇപ്പോഴും മനസ്സിലായത് വള്ളി ഇല്ലാണ്ട് മിണ്ടാണ്. എനിക്കറിയാവോ വള്ളി ഇല്ലാണ്ട് മിണ്ടുന്നത്? എന്നതാണോ മിണ്ടുന്നതോ, ആരോടാ മിണ്ടുന്നതോ, ആർക്കെങ്കിലും അറിയാമോ? അറിയത്തില്ല. മൊബൈൽ ഉപയോഗിച്ച് പിള്ളേര് നശിച്ചുപോയി. ഇന്ന് നമ്മുടെ 5-ലോ 6-ലോ 7-ലോ 8-ലോ ഒക്കെ പഠിക്കുന്ന കുട്ടികളെ ഈ അവസ്ഥയിൽ നിന്നാണ് പ്രിയപ്പെട്ട അമ്മച്ചിമാരെ. കഴിഞ്ഞ ദിവസം ഒരു സ്കൂളിൽ പറഞ്ഞതാണ്, 4-ാം ക്ലാസ്സിലെ കുട്ടി, 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആൺകുട്ടി പെൺകുട്ടി പ്രിൻസിപ്പൽ അച്ഛനോട് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് 2 പേർക്കും അടുത്തിരിക്കണം. അച്ഛൻ പറഞ്ഞു, ഇല്ലല്ലോ, ഇപ്പൊ അങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ, ആൺകുട്ടികൾ അങ്ങോട്ടും സൈഡിലും പെൺകുട്ടികൾ ഇല്ല അച്ഛാ.